പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അൽഫാമാണ്. പെരി പെരി ചിക്കൻ അൽഫാം. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര ചിക്കൻ അൽഫാമാണിത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് ആണ്. ഇത് എല്ലാ പീസും ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബ്രസ്റ്റ് തന്നെ എടുക്കണമെന്നില്ല. ചിക്കൻ ഫുള്ളായിട്ടുള്ളത് ഒരു 4 പീസായിട്ട് മുറിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ ഇതൊന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഈ പീസുകൾ ആദ്യം തന്നെ ഒരു റോളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ മസാലയൊക്കെ ആണെങ്കിലും പുരട്ടുന്ന സമയത്ത് നന്നായിട്ട് മസാല പിടിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇത് ഒന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട് പോവാണ്. എല്ലാ പീസും ഇതുപോലെ വരഞ്ഞിട്ട് വേണം മസാല പുരട്ടാനായിട്ട്. എങ്കിലേ ഈ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. മുഴുവൻ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു 4 പീസായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വരഞ്ഞു വെക്കുക. ഇനി ഈ ചിക്കനിലേക്ക് മസാല പുരട്ടി കൊടുക്കാനായിട്ട് പോവാണ്. ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പേസ്റ്റൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് ഈ പറയുന്നത്. വെളുത്തുള്ളി അരച്ചു വെച്ചിരിക്കുന്നത് 2 വലിയ കുടം വെളുത്തുള്ളി അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചിയാണ് എടുക്കേണ്ടത്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുറച്ച് മുമ്പ് നിൽക്കണം. അതാണ് അൽഫാമിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ കൈപ്പിടി പുതിനയിലയാണ് ചതച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ചുവന്ന മുളകാണ്. ഇതിവിടെ ഒരു 35 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം പകുതി അളവ് മതിയേ. ഇനി ഈ ചുവന്ന മുളക് കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 5 മുളക് കൂടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം 2 കിലോ ചിക്കൻ ചെയ്യുന്ന സമയത്ത്. ഇതിവിടെ ഞാൻ 35 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിയായി പോകേണ്ട, അത് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇതിനി അങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ച് മസാലയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മൊത്തമായിട്ടുള്ള മല്ലിയാണ് വേണ്ടത്. അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്കിൻ്റെ 2 ക്യൂബ് എടുത്തിട്ടുണ്ട്. 1 കൈപ്പിടി മല്ലിയില, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പ്ലേറ്റിലെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. കുമിച്ചെടുക്കേണ്ട, സ്പൂൺ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഗരം മസാല എടുത്താൽ മതിയേ. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല എരിവുള്ള ഒരു ഡിഷാണ്. അതുകൊണ്ട് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലേശം എല്ലാം ഒന്ന് കുറച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത്രയുമാണ് നമ്മൾ മസാലകൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. ചിക്കൻ്റെ ക്യൂബ് ചേർത്തത് കൊണ്ട് അതിലൊരു കുറച്ച് ഉപ്പുണ്ട്, എങ്കിലും ആ ഉപ്പ് പോരാ. നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വലിയ നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെറുതായി എടുക്കുന്നതെങ്കിൽ 2 എണ്ണം ചേർക്കണേ. നാരങ്ങയുടെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി തന്നെ ഉപയോഗിക്കാം. അത് കുഴപ്പമില്ല. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒരെണ്ണം തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. പുളി നോക്കിയിട്ട് കൂട്ടി കൊടുക്കാൻ വേണമെങ്കിൽ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ആ ക്യൂബിൽ ഇച്ചിരി ഉപ്പുണ്ട്, എന്നാലും ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പ് മുന്നിലോട്ട് നിൽക്കുന്ന പോലെ വേണം മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. മസാലയിൽ ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് നിന്നാലേ നമ്മളിത് ഗ്രില്ല് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവത്തുള്ളേ. ഇനി ഈ മസാലയിലോട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്.
ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഓയിൽ ചേർത്തിട്ട് മസാല മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചോളും. ഇപ്പം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കണേ. മാരിനേറ്റ് ചെയ്ത് കഴിയുന്ന ചിക്കൻ പീസസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവേ. ഇതുപോലെ മൊത്തം ചിക്കനും നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഗ്രില്ല് വെച്ചിട്ട് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ല ഇനി ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് തവയെ വെച്ചിട്ടാണെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ചിക്കന് മൊത്തം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറത്തേക്ക്, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കേട്ടോ, 2 മണിക്കൂറത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് കയറ്റി വെക്കാനായിട്ട് പോവാണ്. അതിനുശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അത്രയും കൂടെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനി നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാണ്. ഗ്രില്ല് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഗ്രില്ലിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ചിക്കൻ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ അതിലേക്ക് എടുത്തു വെക്കാനായിട്ട്. ഗ്രില്ലില്ലെന്നും കരുതി അല്ലെങ്കിൽ ഓവൻ ഇല്ലെന്നും കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്കിത് തവയിലും ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അധികം തീ ഒന്നും കൂട്ടി വെക്കാതെ ചെറിയ തീ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചിക്കൻ്റെ മേൾഭാഗത്ത് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇഷ്ടമാണെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലും ബട്ടറോടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ചിക്കന് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ അൽഫാം, പെരി പെരി ചിക്കൻ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലത്തെ ടേസ്റ്റാണ്. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയൊന്നും എരിവ് ഉപയോഗിക്കേണ്ട കേട്ടോ. ഇച്ചിരി എരിവ് ഒന്ന് കുറച്ചേക്കുക. അവർക്കൂടെ കഴിക്കണമെങ്കിൽ ഇത് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഒന്ന് തൂമോ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ മയണൈസ് ആയാലും മതി, കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്